ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായി ഇന്ന് തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുന്നു. ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 14 കോടി രൂപയുടെ കുറവ്. ഇത്തവണ നടന്നത് 701 കോടി രൂപയുടെ വിൽപ്പന. പുല്ലൂറ്റ് പാലം മുതൽ കരൂപ്പടന വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണം. തിരുവോണനാളിൽ യൂത്ത് കോൺഗ്രസ് വാഴ നട്ട് പ്രതിഷേധിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായി ഇന്ന് തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുകയാണ്. പ്രതിസന്ധികളും ഇല്ലായ്മകളുമെല്ലാം മറന്നാണ് മലയാളികൾ ഓണദിനം ആഘോഷിക്കുന്നത്. കാലം മാറിയാലും ആഘോഷത്തിന്റെ തനിമയ്ക്ക് മാറ്റമില്ല. ഗ്രഹാതുരത്വത്തിന്റെ ഓർമ്മകളും പൂക്കളവും പുത്തരിയും പുത്തനുടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം. നാടും നഗരവും മറുനാടൻ മലയാളികളും ആഘോഷ ലഹരിയിലാണ്. പ്രതിസന്ധികളും ഇല്ലായ്മകളും എല്ലാം മറന്നാണ് മലയാളികൾ ഓണദിനം ആഘോഷിക്കുന്നത്. പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിന്റെ ഓണമാണ് ഇത്തവണയും. അല്ലലില്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളിലെ നല്ല ഓർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന ദിവസത്തിൽ ഒത്തുചേരലിന്റെ സ്നേഹം പങ്കിടാൻ വീടുകൾ ഒരുങ്ങി. പ്രിയ പ്രേക്ഷകർക്ക് മീഡിയ ടൈമിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 14 കോടി രൂപയുടെ കുറവ്. ഇത്തവണ നടന്നത് 701 കോടി രൂപയുടെ വിൽപ്പനയാണ്. ബാറുകളുടെ എണ്ണം കൂടിയിട്ടും മദ്യവിൽപ്പന കുറഞ്ഞു. എന്നാൽ ഉത്രാട ദിനത്തിൽ മദ്യവിൽപ്പനയിൽ 4 കോടിയുടെ വർധന ഉണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ വർഷം കഴിയുന്തോറും മദ്യവിൽപ്പന റെക്കോർഡുകൾ തിരുത്തി മുന്നേറുന്നതാണ് കണ്ടത്. എന്നാൽ ഇത്തവണ മദ്യവിൽപ്പനയിൽ 14 കോടിയുടെ കുറവുണ്ടായതായി ബെവ്കോ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം 715 കോടിയുടെ വിൽപ്പനയാണ് നടന്നത്. ഇത്തവണ ബാറുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 850-ലധികം ബാറുകളാണ് പ്രവർത്തിക്കുന്നത്. മദ്യവിൽപ്പനയിൽ കുറവുണ്ടായതുമായി ബന്ധപ്പെട്ട് ബെവ്കോ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഉത്രാട ദിനത്തിൽ മദ്യവിൽപ്പന കൂടി. 4 കോടിയുടെ വർധനയാണ് ഉണ്ടായത്. ഇത്തവണ ഉത്രാട ദിനത്തിൽ 124 കോടിയുടെ മദ്യമാണ് വിറ്റത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തിരുവോണ നാളിൽ യൂത്ത് കോൺഗ്രസ് വാഴ നട്ട് പ്രതിഷേധിച്ചു. പുല്ലൂറ്റ് പാലം മുതൽ കരൂപ്പടന പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും MLA-യുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് വാഴ നട്ട് പ്രതിഷേധിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ MLA-യുടെ അനാസ്ഥയ്ക്കും ഗുരുതര വീഴ്ചയ്ക്കെതിരെയും റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ നാളിൽ നാരായണമംഗലം ജംഗ്ഷൻ മുതൽ ചാപ്പാറ വരെ വാഴ നട്ട് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. പുല്ലൂറ്റ് പാലം മുതൽ കരൂപ്പടന പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും MLA-യുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ ജോയ്, മുഹ്സിൻ ഇസ്ഹാഖ്, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത്, ഷെഫിൻ K മൊയ്തീൻ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ MS അഭിനവ്, ബൈജു മനയത്ത്, സമ്മദ് എന്നിവർ സംസാരിച്ചു. ഇതിനെല്ലാം തടുത്തുകൊണ്ട് ഇത് പൂർണ്ണമായും റീടാറിംഗ് നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലേക്ക് ഈ റോഡ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ തിരുവോണ നാളിലും ഇവിടെ ഇങ്ങനെയൊരു പ്രതിഷേധ ധർണ അല്ലെങ്കിൽ പ്രതിഷേധ യോഗം ഇവിടെ കൂടുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇന്നലെ ഉത്രാടം നാളിൽ കണ്ണിന് മുൻപിൽ കാഴ്ചക്കുലകൾ നിറഞ്ഞു. കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള ഭക്തരെ തെക്കേനടയിലെ കൂവളത്തിന്റെ ഭാഗത്തു നിന്ന് വരി ആരംഭിച്ച് കിഴക്കേ ഗോപുരനട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. 10,000 പേർക്കാണ് ഇന്ന് പൊന്നോണ സദ്യ ഒരുക്കിയിരുന്നത്. ഉത്രാട ദിനമായ ശനിയാഴ്ച രാവിലെ ശീവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികൾ എന്നിവരും നേന്ത്രക്കുലകൾ വച്ചു. കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള ഭക്തരെ തെക്കേനടയിലെ കൂവളത്തിന്റെ ഭാഗത്തു നിന്ന് വരി ആരംഭിച്ച് കിഴക്കേ ഗോപുരനട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. തിരുവോണത്തിന് ഗുരുവായൂരപ്പനുള്ള ആഘോഷം വിശേഷമാണ്. പുലർച്ചെ മുതൽ കണ്ണന് ഭക്തരുടെ വക ഓണക്കോടി എത്തിത്തുടങ്ങി.
ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുടെ വകയാണ് ആദ്യം. സോപാനപ്പടിയിൽ മല്ലിശ്ശേരി 2 പുടവ സമർപ്പിച്ചു. പിന്നാലെ ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും. നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴം പ്രഥമനും വിഭവസമൃദ്ധമായ കറികളുമായാണ് കണ്ണന്റെ തിരുവോണൂട്ട് നടത്തിയത്. ഭക്തർക്കുള്ള തിരുവോണ സദ്യ അന്നലക്ഷ്മി ഹാളിലും സമീപത്തുള്ള താൽക്കാലിക പന്തലിലും രാവിലെ 9 തുടങ്ങി. കാളൻ, ഓലൻ, പപ്പടം, കൂട്ടുകറി, പഴപ്രഥമൻ, മോര്, കായവറവ്, ശർക്കര ഉപ്പേരി, അച്ചാർ, പുളിയിഞ്ചി എന്നിവയാണ് വിളമ്പിയത്. 10,000 പേർക്കാണ് ഇക്കുറി പൊന്നോണ സദ്യ ഒരുക്കിയിരിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ശ്രീനാരായണപുരം ആലയിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആല സ്വദേശി ചാണാശ്ശേരി വീട്ടിൽ മണിലാലിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് വെട്ടേറ്റ മണിലാൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആല സ്വദേശി രഞ്ജിത്തിനെതിരെ മതിലകം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. വയനാട് ദുരന്ത മേഖലയിൽ സാന്ത്വനവുമായി ആൽഫ. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് 2 പതിറ്റാണ്ട് പിന്നിടുന്ന ആൽഫ വയനാട്ടിൽ പുതിയ ലിങ്ക് സെന്ററുമായി പ്രവർത്തനം ആരംഭിക്കുന്നു. ഒക്ടോബർ ആദ്യവാരത്തിൽ തന്നെ വീടുകളിലെത്തിയുള്ള പരിചരണവും ഫിസിയോതെറാപ്പിയും തുടക്കം കുറിക്കുന്നു. ഇതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൽപ്പറ്റ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ലിങ്ക് സെന്റർ പ്രവർത്തക സംഘം മാള ലിങ്ക് സെന്റർ സന്ദർശിച്ചു. ഡോക്ടർ ഖാലിദിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തെ എ അഷ്റഫ്, ഇന്ദിര ശിവരാമൻ, നിസ അഷ്റഫ്, കെ ഉണ്ണികൃഷ്ണൻ, അഷ്റഫ് വെളുത്തേരി, ലിസി ജോണി, ജിൽസ മധു എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പുത്തഞ്ചിറ മിലാൻസിന്റെ സോക്കർ ഫുട്ബോൾ വിരുന്നിന് ആവേശകരമായ തുടക്കം. സെപ്റ്റംബർ 22 വരെയാണ് പുത്തഞ്ചിറ GVHSS ഗ്രൗണ്ടിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. തിങ്കളാഴ്ച സമാപനത്തോടനുബന്ധിച്ച് മിലാൻസിന്റെ ഓണവിരുന്നും നടക്കും. വൺ ഇന്ത്യ വൺ പെൻഷൻ മാള പഞ്ചായത്ത് പുത്തഞ്ചിറ സ്വീറ്റ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു. പ്രസിഡന്റ് വർഗീസ് ഈഴേക്കാടിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി പീറ്റർ, ഹനീഫ ഹാജി, ബാബു, ട്രസ്റ്റ് കുടുംബാംഗങ്ങൾ ഓണസദ്യ നടത്തി. വിശിഷ്ടാതിഥികളായി പുത്തഞ്ചിറ ഈസ്റ്റ് ഇടവക വികാരി ഫാദർ ജോൺ കവലക്കാട്ട്, ജൂബിലി നഗർ ഇടവക വികാരി ഫാദർ സ്റ്റേൻ ഡേവിസ് കൊടിയൻ എന്നിവരും പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഉണ്ണിമിശിയുടെ തിരുനാൾ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന സമൂഹ ബലിക്ക് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി. ഫാദർ പോൾ പുന്നേലിപ്പറമ്പിൽ, ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ, ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നേർച്ച, വെഞ്ചരിപ്പ് എന്നിവ നടന്നു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സാന്ത്വനം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം നടത്തിയ ഓണാഘോഷം ഓണപ്പുലരി ചാലക്കുടി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അന്തേവാസികൾക്കുള്ള ഓണക്കോടി വിതരണം നടത്തി. സാന്ത്വനം പ്രസിഡന്റ് ആൻഡോ ഇലഞ്ചേരി, സിസ്റ്റർ അസുന്ദ, വിജയൻ മൽപ്പാൻ, ഗായകൻ സുധീഷ്, കലാഭവൻ ജോബി, ജോ ചാലക്കുടി, അനശ്വർ പാലത്തിങ്കൽ, പ്രദീപ് പുലാനി, രഞ്ജിത്ത് കലാഭവൻ, പ്രഭാത് മാമ്പ്ര, വിജേഷ് പേരുംകുടി, അജിത്ത് കൊടകര, ശ്യാംരാജ്, അർജുൻ അജിത് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ആര്യങ്കാല മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിലെ മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി നടത്തി. ജാഫർ മുസ്ലിയാർ, മനോജ് ബഷീർ, ഷെമീർ അഷ്റഫ്, MS ബാദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പറവൂർ ടൗൺ അനുശോചന പ്രകടനവും സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. CPM ഏരിയ സെക്രട്ടറി TR ബോസ് അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S ശർമ്മ, സുനിൽ P ഇളയിടം, MB സെമന്തഭദ്രൻ, കമല സദാനന്ദൻ, MJ രാജു, ഡെന്നി തോമസ്, NK പൗലോസ്, ഡിവിൻ K ദിനാകരൻ, അൻവർ കൈതാരം, MR ശോഭനൻ, TV നിതിൻ, KA വിദ്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് ക്ഷേത്രകുളത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി അടിമച്ചാലിൽ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായി ഇന്ന് തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുന്നു. ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 14 കോടി രൂപയുടെ കുറവ്. ഇത്തവണ നടന്നത് 701 കോടി രൂപയുടെ വിൽപ്പന. പുല്ലൂറ്റ് പാലം മുതൽ കരൂപ്പടന വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണം. തിരുവോണനാളിൽ യൂത്ത് കോൺഗ്രസ് വാഴ നട്ട് പ്രതിഷേധിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.